അവിടെ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല അടക്കം പല നേതാക്കളും അദ്ദേഹത്തിനെ വെട്ടിക്കൊണ്ട് CM കാൻഡിഡേറ്റ് പോസ്റ്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നറിയാം. ഓഹോ. അപ്പോൾ അവിടെ താനാണ് 100 സീറ്റ് പിടിക്കാൻ കെൽപ്പുള്ളത്, അത് തുറന്നു പറയാൻ കെൽപ്പുള്ളത് തനിക്കാണ്, ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് വരെ തയ്യാറാണെന്ന് പറയുന്നത് കൊണ്ടാണ്. 26-ൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ 29-ൽ പിന്നെ വളരെ വിദൂരമല്ലേ. അതുകൊണ്ട് അല്ല, പിന്നെ 31-ൽ വളരെ വിദൂരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് 100 സീറ്റെന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങാൻ UDF-ൽ നിന്നൊരൊറ്റ നേതാവേ ഉള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു വെല്ലുവിളിയെ മറ്റാർക്കും അതുപോലെ നേരിടാൻ കഴിഞ്ഞെന്ന് വരില്ല. അതാണ് ബുദ്ധിമാനായ VD സതീശൻ്റെ തന്ത്രം. അതായത് മറ്റുള്ളവരുടെ ചീഫ് മിനിസ്റ്റർഷിപ്പ് ക്ലെയിം അല്ലെങ്കിൽ ക്ലെയിമിനെ നിർവീര്യമാക്കാൻ മുഖ്യമന്ത്രി ക്ലെയിമിനെ നിർവീര്യമാക്കാൻ വേണ്ടിയാണ്. ഒരാൾ പറയുകയാണ് ഞാൻ 10 ഗോൾ അടിക്കും എന്ന് പറയുന്നിടത്ത് 1 ഗോളും അടിക്കുമെന്ന് ഉറപ്പ് പറയാത്ത ആളെ എടുക്കുമോ, 10 ഗോൾ അടിക്കുമെന്ന് പറയുന്ന ആളിനെ എടുക്കുമോ? ഓക്കെ. അപ്പോൾ ഇവിടെ സെഞ്ചുറി അടിക്കുമെന്ന് പറയുന്ന ആളിനായിരിക്കും ഈ കളിയിൽ ക്യാപ്റ്റൻസി കിട്ടുക.